ക്യാൻബറയിൽ തണുപ്പായതുകൊണ്ട് കൃഷിയൊന്നും ഉണ്ടാവില്ലെന്ന് ആരാ പറഞ്ഞത്? കണ്ടാ പയറ് കണ്ടാ? ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ കാടാണ്, ഫോറസ്റ്റിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ വെജി പാച്ചാണ് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ചേറെ അതും ഇതൊക്കെ നട്ടിട്ടുണ്ട്. അതൊരു സാധനം കാണിച്ചു തരാം. വാ, ഇത് കണ്ടോ? ഉണ്ടോ? എന്ത് ഇതിലും വലുതാവട്ടോ. വലുതായിട്ടില്ല, കുറച്ചുകൂടെ വലുതാനുണ്ട്. വലുതാകുമ്പോ ഒരു ഇത്രയും വലുതാകും. അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു പറിച്ചെടുത്തു. പിന്നെ നമുക്ക് തക്കാളി ഉണ്ട്. പിന്നെ ടൊമാറ്റോസ് എടുക്കടി. ഇതാണ് നമ്മുടെ ടൊമാറ്റോ. പച്ചയാണ്, വലുതാണ്. ഇത് വലിയ ടൊമാറ്റോ ആണ് കേട്ടോ. പിന്നെ നമുക്ക് കുക്കുംബർ ഉണ്ട്. ഇതുണ്ടോ നമ്മുടെ കുക്കുംബറിന്റെ വലിപ്പം നോക്കിയേ. എന്റെ കൈയുടെ ഇത്രയുണ്ട്. നമ്മുടെ കുക്കുംബർ ഞാൻ പറിക്കാൻ പോവാണേ. ഇത്രയും വലിയ കുക്കുംബർ കണ്ടിട്ടുണ്ടോ? വലിയ കുക്കുംബർ. ഇത് 2-3 ഉണ്ട് കണ്ടോ. വലുതാകുമ്പോ പറിക്കാം. പിന്നെ ഇത് നമ്മുടെ പ്ലമ്മാണ്. പ്ലമ്മിൽ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ പാവല് നിൽക്കുന്നുണ്ടോ? പാവയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല. ചെറുതായിട്ട് പൂവിടുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇപ്രാവശ്യം തക്കാളിയാണ് കൂടുതലും വെച്ചേക്കുന്നത്. നമ്മുടെ സ്ട്രോബെറി കണ്ടോ? നമ്മുടെ സ്ട്രോബെറി കുട്ടന്മാരെ കണ്ടോ? ഇപ്രാവശ്യം പറിച്ചെടുക്കാം. ആ സ്ട്രോബെറി കൊണ്ടുവന്ന് കാണിക്കട്ടെ. ഒരു റെഡ്, take a video. പറിച്ചെടുക്കുന്ന എടുത്തോ. Take it on like I have white. Here's പറിക്ക്. സ്ട്രോബെറി ഞാനവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചിട്ട് നോക്കിയപ്പോ കാണാനില്ല. ഇവിടെ സ്ട്രോബെറി കള്ളന്മാര് വന്ന് സ്ട്രോബെറി പറിച്ചോണ്ട്. ഇത് അവിടെ പയറൊക്കെ കാട് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ഇപ്രാവശ്യം പയറൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അതെ പയറുണ്ടായിട്ടുണ്ട്. പിന്നെ തക്കാളി, അവിടെയും തക്കാളിയാണ് ഉള്ളത്. ഇത് നമ്മുടെ ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് ഇത് ഓറഞ്ച് സാധാരണ നമ്മൾ പിഴിഞ്ഞു പിടിക്കുന്ന വലിയ ഓറഞ്ചില്ലേ, അതിൻ്റെതിനല്ല, ഇങ്ങനത്തെ ഓറഞ്ചാണിത്. എന്താണെന്നറിയാമോ? ഇത് കണ്ടിട്ട് മനസ്സിലായോ നിനക്ക് എന്നതാന്ന്? ഇത് പൊട്ടറ്റോയാണ്. പൊട്ടറ്റോ നമ്മൾ ഇതിന് കഴിഞ്ഞ ദിവസം ഒരു പൊട്ടറ്റോ പറിക്കുന്ന ഒരു വളമെടുക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. സെൽഫിന് ഞാൻ അതുകൂടെ ഒരുമിച്ചിടാം കേട്ടോ. നമുക്കൊരു ചെറിയ മിൻറ്റുണ്ട്. മിൻറ്റ് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മിൻ്റൊക്കെ ഇവിടെ നിറച്ചും കാട് പിടിച്ച് വന്നിട്ടേ, മിന്നാണെങ്കിൽ വെറുതെ കാട് പോലെ വളരും. അപ്പോൾ നമ്മൾ അതെല്ലാം പറിച്ചെറിഞ്ഞിട്ട് ചട്ടിക്കകത്ത് വെച്ചു. അപ്പം മൊത്തം കരിഞ്ഞു പോയി. പിന്നെ ഇച്ചിരി ഉള്ളൂ. നമുക്ക് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ചീര നമ്മൾ കുറേ പറിച്ചെടുത്ത് കറിയിട്ട് വെച്ചു. ഇത് നമ്മുടെ പ്ലമ്മായിരുന്നു കേട്ടോ. ഇത് പൂത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഇതിനിടയിൽ കേട്ടോ ഈ വീഡിയോയിലൊക്കെ. പൂത്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ ഇത് വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ ആകത്തില്ലേ. അപ്പോൾ ഈ സ്പ്രിങ്ങിലേക്ക് വരുമ്പോൾ ഇത് ഫുള്ള് ഫ്ലവറായിട്ട് നിന്നു. അപ്പോൾ ആ ഫ്ലവർ എത്തോടുണ്ടോ അത്രയും ഫ്ലവർ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതിൻ്റെ നെക്സ്റ്റ് ഡേ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഭയങ്കര ഒരു ഫോറസ്റ്റ് ഒരു തണുപ്പ് വന്നു. ആ തണുപ്പ് വന്നപ്പോൾ പൂവുണ്ടായിരുന്നു മൊത്തം കഴിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു 5 പ്ലമ്മേ കിട്ടിയുള്ളൂ. 5 പ്ലം ഞങ്ങൾ എല്ലാവർക്കും ഒക്കെ ഓരോരുത്തർക്കും ഓരോന്ന് വീതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതെൻ്റെയാണ് അതെൻ്റെയാണെന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നത്. കോസം വന്ന് പറിച്ചെടുത്ത് തിന്നോണ്ട് പോയി. 3 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കോസം പറിക്കണല്ലാന്ന് പറഞ്ഞിട്ട് പ്രിൻസൺ അത് പറിച്ചെടുത്തു. നമ്മുടെ ചെറിപ്പിക്കിങ്ങിന്റെ വീഡിയോ ഇട്ടില്ല. ചെറിയെല്ലാം പറിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ വെജി ബാച്ചിൽ എല്ലാവരും നമ്മുടെ വെജിറ്റബിൾ എല്ലാം പറിച്ചെടുക്കുന്ന ഒരു വീഡിയോ, നല്ലതായിട്ട് ഹാർവസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇടാട്ടോ. ഇപ്പം നമ്മുടെ ഗാർഡൻ മൊത്തം കാണിക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ക്യാൻബറയിൽ ആരാ പറഞ്ഞത് വിൻ്ററായിട്ട് ഒന്നും ഉണ്ടാവില്ലെന്ന്, തണുപ്പ് കൂടുതലായതുകൊണ്ട്? മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഇത്ര വലിയ കുക്കുംബർ കിട്ടും.
And I climbed the big tall cherry tree to the അപ്പൊ top. ബൈ പറഞ്ഞേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. Bye. Subscribe. എന്താ നമ്മുടെ ഹോം ഗ്രോൺ ചീര ഇവിടെ ഓസ്ട്രേലിയയിലെ നമ്മുടെ കുറച്ച് ചീര എടുത്തിട്ട് എപ്പോഴും ചീര പറിക്കുമ്പം വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ പറ്റാറില്ല. ഇന്ന് ഞാൻ തന്നെ പറിച്ച ചീര, എന്നും സിൻസറാണ് പറിച്ചുകൊണ്ട് വരുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ഹോം ഗ്രോൺ ചീര കാണിക്കും. ഇത് ഞങ്ങളുടെ ബാക്ക്യാർഡിൽ നിന്ന് ഞങ്ങൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ ചീരയാണ് കേട്ടോ. ഹോം ഗ്രോൺ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടോ? ഞാൻ നേരത്തെ കുറച്ച് കടയിൽ നിന്ന് വാങ്ങിയ സ്പ്രിംഗ് ഓണിയൻ ഇവിടെ അതിൻ്റെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വേരിൻ്റെ ഭാഗം കുഴിച്ചു വെച്ചതാണ്. അതിൽ നിന്നുണ്ടായി വന്നിരിക്കുന്നുണ്ട്. At least you don't have to spend any money when you're at the shops. When you have spring onions. മുളകൊന്നും കാണുന്നില്ലല്ലോ പറിച്ചു. നമ്മുടെ കളത്തിപ്പറമ്പിൽ കർഷകൻ ഈ വർഷത്തെ വിളവെടുക്കുന്നു. രണ്ടെണ്ണം മതി, ഒരെണ്ണം പറിച്ച് കണ്ടു. ഇതാണ് നമ്മുടെ കൃഷികൾ. ഇവിടെ മെയിൻലി തക്കാളിയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ തക്കാളിയാണ് കേട്ടോ. ഈ സൈഡ് മൊത്തം നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത് വഴുതനങ്ങ കൃഷിയാണ്. ഇടയ്ക്ക് തക്കാളി ഉണ്ട്. തക്കാളി ഭയങ്കരമായിട്ടുണ്ട്. പയറും കൂടെ നട്ടിട്ടുണ്ട്. ബീൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാടകൾ നോക്കിയിരുന്നുണ്ട്. നമുക്ക് കാടുണ്ട്. നമ്മുടെ കാലത്തുള്ള കാടകൾ നിൽക്കുന്ന വിളവെടുക്കുന്നത്. രണ്ടു ഉരുളക്കിഴങ്ങ് നല്ല സ്ഥലത്തെ ഒരു ഉരുളക്കിഴങ്ങ് ഇതിപ്പോൾ പറിച്ചെടുത്തതാണ്. വൈറ്റ് കാണുന്നുണ്ടല്ലോ സെൻസർ. അതിൻ്റെ അതിൽ കൊലശ്ശേരിയും വെച്ചാണ് കൊടുത്തുന്നു. അവിടെ ഇനിയും കാണുന്നുണ്ട് വൈറ്റ്, പക്ഷേ കുഞ്ഞതാണ്. അതിൻ്റെ ആ വീണൊക്കെ അല്ലേ. അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പൊട്ടറ്റോ. നമ്മുടെ ഹോം ഗ്രോൺ സാധനങ്ങൾ കൊണ്ടൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അതെ, ഇത്ര സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ. ഇത് ചെയ്യണം. ഇതുണ്ടോ, ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ്. എല്ലാ സാധനങ്ങളും കൂട്ടി. സിൻസൺ ഇപ്രാവശ്യത്തെ ക്യാൻബറയിലെ ബെസ്റ്റ് കർഷക അവാർഡ് ഗോസ് ടു കഴിഞ്ഞ ദിവസം ബ്ലാക്ക്ബെറിയുടെ ഒരു വീഡിയോ ഇട്ടില്ലേ? അപ്പോൾ അതിൻ്റെ റിയൽ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ആ പ്ലാന്റിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ അവർക്ക് ഇതേ കുറേ വലിയ ബ്ലാക്ക്ബെറിയുടെ പ്ലാന്റ് കുറേ സംഭവങ്ങളുണ്ട്, കാണിക്കാൻ. അപ്പോൾ ഇതാണ് ബ്ലാക്ക്ബെറി പ്ലാന്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൾബറിയുടെ ഒക്കെ ഇല പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതേ കാണിച്ചത് കേട്ടോ ബ്ലാക്ക്ബെറി. ഇത് ചുമന്ന് കിടക്കുന്ന കണ്ടോ? ഇതാണ്. അത് പഴുത്ത് കഴിയുമ്പോഴാണ് ആ ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ പച്ച കണ്ടോ, 3 കളറാവും കേട്ടോ. ഇത്
പച്ച കളറ്, പിന്നെ ചുമപ്പ് കളറ്, പിന്നെ പഴുത്ത് കഴിയുമ്പോൾ ബ്ലാക്ക്. ഇത് നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇത് നോക്കിയടാ കിടക്കുന്ന നോക്കിയേ നല്ല. Have you guys seen blackberries before? No. Look at this, how beautiful. Wow. I got a lot in my pocket. Wow. കാണിച്ചേ. നല്ല മധുരമുണ്ട്. ആണോ? Look at mine. പോക്കറ്റിൽ കളർ വരും കേട്ടാ. ഉണ്ടല്ലോ. ഉണ്ടോ? ഇതൊക്കെ ഇവിടെ നോക്കിയേ. കാണിച്ചേ. കാണിച്ചേ പറഞ്ഞ. വാവ്. തമ്മയ്യ. പിടിച്ചു. Put them in my coat. This one? Mama, this? ട്വിസ്റ്റ് ചെയ്താണോ പറിച്ചത്? ജസ്റ്റ് ഇങ്ങനെ പ്ലക്ക് ചെയ്താ. Mommy, is this? കണ്ടോ? നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത്. പഴുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം. പറിക്കുന്ന ഈ അടിച്ചെടുക്കുന്ന ഇങ്ങനെ പറിച്ചെടുക്കാം. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലെ ബ്ലാക്ക്ബെറി ആണ്. അവര് ബ്രിസ്ബെയിനിൽ പോയേക്കാണ്. അവര് ബ്രിസ്ബെയിനിൽ പോയപ്പോഴേക്കും നമ്മളോട് ഇവിടെ വന്ന് അവരുടെ ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ട്. അവർക്ക് കുറേ ചെടികളുണ്ട്, അതുങ്ങൾ കാണിക്കണം. ചെടിയുണ്ട്, കുറേ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്, ടൊമാറ്റോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വെജിറ്റബിൾ ഗാർഡൻ നനയ്ക്കാൻ വന്നതാണ്. ശരിയായി പോകുന്നതിന് മുമ്പ് ഇതൊന്ന് പറിച്ചെടുക്കണം. Yeah, and they said we can take some of. Those are all the ones I. ഞാൻ വെജിറ്റബിൾ ഗാർഡൻ കാണിക്കാൻ തോന്നില്ലേ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലെ. വാ, ഇതാണ് കേട്ടോ ഗാർഡൻ. പയർ നിൽക്കുന്നുണ്ടോ? ഫുള്ള് പയറ് കഴിഞ്ഞിട്ട് അവിടെ അവരവിടെ ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയും പിക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ഇതാ പിന്നെ മറ്റുള്ള സാധനങ്ങൾ കാണിക്കാം. ഇതുണ്ടോ? ഇതവരുടെ പയറാണ്. പയറിലൊക്കെ കുറച്ച് പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ പയറൊക്കെ നിൽപ്പുണ്ട്. അവിടെ കരിയാപ്പുറം നിൽപ്പുണ്ട്. പിന്നെ അത് മാതള നാരങ്ങ കേട്ടോ നിൽക്കുന്നത്. അതിനകത്ത് കായ് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. പയറത് കണ്ടോ? ഇത് വെണ്ടയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് കുഞ്ഞതായിട്ട്. ഇവിടെ കിളത്തൊക്കെ വന്നുണ്ട്. അവിടെയും കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട്. ഇനി ഇവിടെയാണ് നമ്മുടെ വൈറ്റ് വഴുതനങ്ങ കണ്ട. വഴുതനങ്ങ, പിന്നെ അവിടെ തക്കാളി, ഇതെല്ലാം പ്ലാന്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കുംബറാണ് കേട്ടോ. ഇതിനകത്ത് കുക്കുംബർ എവിടെയെങ്കിലുമൊക്കെ നോക്കണം. കണ്ടോ കുക്കുംബർ. അത് അവിടെ പർപ്പിൾ കളറിലൊരു വഴുതനങ്ങ നിൽപ്പുണ്ട്. ഇത് കണ്ടോ? വെജിറ്റബിൾ തക്കാളിയുടെയൊക്കെ ഷേപ്പ് ഇച്ചിരി നമ്മുടെ കടയിൽ മേടിക്കുന്ന പോലെ അത്ര നല്ലതല്ല കേട്ടോ. എന്നാലും അത് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇത് കണ്ടോ എഗ് പ്ലാന്റ്. ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല കനമുണ്ട്. ഇത് കണ്ടോ? ഇതിലും വലുതാകുമായിരുന്നു കേട്ടോ. ഇതൊരു നല്ലൊരു ആവറേജ് സൈസിലുള്ള എഗ് പ്ലാന്റ് കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെയും ഈ വർഷത്തെ വെജിറ്റബിൾ ഗാർഡനും. നമ്മൾ അവിടുന്ന് പറിച്ച കുക്കുംബർ, തക്കാളി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.